കമന്റ് തൊഴിലാളി. അൻവറിന് CPM-ന്റെ മറുപടി. അതായത് CPM-നെതിരെ അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തിയ ചന്തമക്കരി അൻവറിൻ്റെ യോഗത്തിന് വന്നതിൻ്റെ ഇരട്ടിയാളിനെ ഉൾപ്പെടുത്തി CPM-ന്റെ മൂട്ടൻ വിശദീകരണ യോഗം. പറയാനുള്ളതെല്ലാം പറഞ്ഞു. ആരാ സംസാരിക്കുന്നത്? വർഗശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗശത്രുവായി തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. നമുക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. നിലമ്പൂരിലെ പാർട്ടി, മലപ്പുറത്തെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച പാർട്ടിയാണ്. ഒരൊറ്റ ഡയലോഗ് കൊണ്ട് രമ്യ ഹരിദാസിനെ ആലത്തൂർ എന്ന പാർട്ടി കോട്ടയിൽ നിന്ന് കോൺഗ്രസിൻ്റെ MP ആയി പാർലമെന്റിലേക്ക് വിട്ടയാളാണ് വിജയരാഘവ സാഹിബ്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സഖാവ് പ്രസംഗം തുടരുക, ആരുടെയും നെഞ്ചത്ത് കയറാൻ ബാക്കിയില്ല എന്ന് കണ്ടപ്പോൾ ദേ നിൽക്കുന്നു മാധ്യമപ്രവർത്തകർ. അവരുടെ നെഞ്ചത്തോട്ട് കയറിയേക്കാം എന്ന് പുള്ളി അങ്ങ് തീരുമാനിക്കുക. മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്ത് കയറുമ്പോൾ തിരിച്ചൊന്നും പറയില്ല എന്നുള്ള വിശ്വാസവുമുണ്ട്. അത് ഉറപ്പാണല്ലോ. പിന്നെ ആവശ്യത്തിന് നാട്ടുകാരുടെ കൈയടി കിട്ടും. അതുകൊണ്ട് പറഞ്ഞേക്കാം, പറയിക്കാം. കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്തൊരു വടിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ്, കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ട് പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. നല്ല കുപ്പായം, നല്ല തുണി, നല്ല ലിപ്സ്റ്റിക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ്. അത് തെറ്റില്ല. അൻവർ പറഞ്ഞതും വിജയരാഘവൻ സഖാവ് പറഞ്ഞതും നാട്ടുകാരിലേക്ക് എത്തിച്ചത് ഏതാണ്ട് ഒരേ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. പിന്നെ മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്തോട്ട് മാത്രം കയറിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്യണമല്ലോ അല്ലേ? പാർട്ടിക്കാരെ കുറിച്ച്, പ്രത്യേകിച്ച് ചില പാർട്ടിക്കാരെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഏതാണ്ട് ഇമ്മട്ടും തന്നെയാണ്. നല്ല ഷർട്ട്, നല്ല മുണ്ട്, നല്ല വാച്ച്, നല്ല താടി, സൂപ്പർ ചിരി. എന്തുണ്ടായിട്ട് എന്ത് കാര്യം?